ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AKG വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കാറ് എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. ഞങ്ങളിവിടെ ഗോതമ്പ് പൊടി കൊണ്ടാണ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പ് പൊടി കൂടെ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ കൈ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. എനിക്ക് കയ്യിൽ ശരിയാവത്തില്ല, ബബിൾസൊക്കെ തരികളൊക്കെ ഉണ്ടാവും. കൈ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഉണ്ടകളൊക്കെ ഇങ്ങനെ പൊട്ടിക്കിട്ടും. അപ്പോൾ ഇതാ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ല ജീരകം ഇടാറുണ്ട്. അതുപോലെ തന്നെ ഏലക്ക ഉണ്ടെങ്കിൽ അതും നമുക്കൊരു ഇച്ചിരി ഒന്ന് ചതച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കയ്യിൽ യൂസ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പം ഗോതമ്പ് പൊടി തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് മൈദപ്പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇവിടെ എനിക്കും മോനും മൈദപ്പൊടി പറ്റത്തില്ല. ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പിന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പൊടിയിലോ ഇതേപോലെ ഗോതമ്പ് പൊടിയിലോ ഉണ്ടാക്കുന്നതാണ് നല്ലത്. മൈദപ്പൊടി അത്ര നല്ലതല്ല. അപ്പോൾ ഇതാ പഴംപൊരി ഉണ്ടാക്കാനായിട്ടുള്ള നേന്ത്രപ്പഴം ഇവിടെ റെഡി ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് ഇതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പഴംപൊരി. ഓയിലൊന്നുമല്ല, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതാ ഈ പാനിൽ ഒരു 3-4 കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ 4 മണി പലഹാരം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. 5 മിനിറ്റ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. മോന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. ഞാൻ ഇങ്ങനെയാണ് ഇടയ്ക്ക് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പഴംപൊരി ഉണ്ടാക്കാറെന്നുള്ളത് കമൻസിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.